ജ്യാമിതീയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ജിയോജിബ്ര സോഫ്റ്റ്വെയർ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. ജിയോജിബ്ര 5 മുതലുള്ള പുതിയ വേർഷനുകളിൽ ത്രിമാന രൂപങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. അതായത് എക്സ്, വൈ, ഇസഡ് എന്നീ അക്ഷങ്ങൾ നിർണ്ണയിക്കുന്ന ത്രിമാന പ്രതലത്തിൽ നീളവും വീതിയും ഉയരവുമുള്ള ഘനരൂപങ്ങൾ നിർമ്മിക്കുന്നതിന് സാധിക്കും. ജിയോജിബ്ര ജാലകം തുറക്കുമ്പോൾ നമുക്ക് ആൾജിബ്ര വ്യൂ, ഗ്രാഫിക്സ് വ്യൂ എന്നീ 2 ഭാഗങ്ങളാണ് ജാലകത്തിൽ കാണാൻ കഴിയുന്നത്. ത്രിമാന രൂപങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ജാലകം ലഭിക്കുന്നതിനായി വ്യൂ മെനുവിലെ 3D ഗ്രാഫിക്സ് എന്നതിന് നേരെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് അടയാളപ്പെടുത്തുക. ഇപ്പോൾ ത്രിമാന രൂപങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള 3D ഗ്രാഫിക്സ് എന്ന ജാലകം ദൃശ്യമാകും. ഇവിടെ ചുവന്ന നിറത്തിൽ കാണുന്നത് X അക്ഷവും പച്ച നിറത്തിൽ കാണുന്നത് Y അക്ഷവും നീല നിറത്തിൽ കാണുന്നത് Z അക്ഷവും ആയിരിക്കും. ആദ്യമായി നമുക്ക് ഒരു വൃത്തസ്തൂപിക എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. ഇതിനായി പോയിന്റ് ടൂൾ ഉപയോഗിച്ച് XY പ്രതലത്തിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. XY പ്രതലത്തിനേക്കാൾ ഉയരത്തിലുള്ള ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നതിനായി ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ആൾജിബ്ര വ്യൂവിൽ നാം അടയാളപ്പെടുത്തുവാൻ പോകുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നോക്കൂ. നാം മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുന്തോറും Z സൂചക സംഖ്യ വർദ്ധിച്ചു വരുന്നതും ശ്രദ്ധിക്കൂ. Z സൂചക സംഖ്യ ഞാൻ 3 സ്ഥിരപ്പെടുത്തി. ഇനി കോൺ ടൂൾ സെലക്ട് ചെയ്ത് നാം ആദ്യം അടയാളപ്പെടുത്തിയ ബിന്ദു വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ മധ്യബിന്ദുവായി തിരഞ്ഞെടുക്കുക. രണ്ടാമത് അടയാളപ്പെടുത്തിയ ബിന്ദു വൃത്തസ്തൂപികയുടെ മുകളിലത്തെ ശീർഷമായും അടയാളപ്പെടുത്തുക. ഇപ്പോൾ ആരം അടയാളപ്പെടുത്തുന്നതിനുള്ള ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും. ആരത്തിന്റെ വിലയായി ഞാൻ 2 നൽകി. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ വൃത്തസ്തൂപിക പ്രത്യക്ഷപ്പെടും. 3D ഗ്രാഫിക്സ് ജാലകത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആക്സസിന് നേരെയുള്ള ടിക്ക് നീക്കം ചെയ്താൽ അക്ഷങ്ങൾ അപ്രത്യക്ഷമാവും. ഇതേപോലെ തന്നെ പ്ലെയിൻ എന്നതിന് നേരെയുള്ള ടിക്ക് മാർക്ക് നീക്കം ചെയ്താൽ XY പ്ലെയിൻ അപ്രത്യക്ഷമാവും. മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ സ്തൂപിയെ യഥേഷ്ടം തിരിക്കുവാനും നമുക്ക് ആവശ്യമായ വീക്ഷണകോണിലൂടെ ഇതിനെ നിരീക്ഷിക്കുവാനും സാധിക്കും.